വേടനൊപ്പം സർക്കാരും പൊതുജനങ്ങളുമുണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കിയിലെ പരിപാടിയോടുകൂടി വേടന് പുതിയ മുഖം ലഭിക്കും. തെറ്റേറ്റു പറയാനുള്ള മനസ്സാണ് വേടനെ വ്യത്യസ്തനാക്കിയതെന്നും വേടൻ തിരുത്താൻ തയ്യാറായത് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ നിൽക്കേണ്ടത് ജനങ്ങളെ എന്താഗ്രഹിക്കുന്നു, ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളിലെല്ലാം പോസിറ്റീവായ സമീപനം സ്വീകരിക്കലാണല്ലോ ഒരു സർക്കാരിൻ്റെ ആവശ്യം. ഞാനത് നിരീക്ഷിച്ചു. എത്രയോ ആൾക്കാരുടെ എല്ലാ ചാനലുകളും ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി, എല്ലാ പത്രങ്ങളും ഞാൻ വായിക്കുകയുണ്ടായി. അതിലെല്ലാം കണ്ട കാഴ്ച സമൂഹത്തിൻ്റെ വിവിധ ദുർഭങ്ങളിലുള്ളവർ, വിവിധ രാഷ്ട്രീയ ചിന്താഗതിയുള്ളവർ, മതമേലധ്യക്ഷന്മാർ ഒക്കെ ഇതിനോട് കാണിച്ചിട്ടുള്ള അനുഭാവപൂർവമായ ഒരു നടപടിയാണ്. അപ്പോൾ ഇത് സമൂഹത്തിനൊരു തിരുത്തലാണ്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സത്യത്തിൽ ഇത് വളരെ ചിന്തിച്ച് ചെയ്യേണ്ടതാണെന്നൊരു ബോധ്യം ഭാവിയിൽ ഉയരാനും ഇത് സാഹചര്യം ഒരുക്കും. സാലിയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സാലി, എന്തായാലും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇടുക്കിയിലെ ഈ ഒരു പരിപാടിയോടുകൂടി വേടന് പുതിയൊരു മുഖം ലഭിക്കാൻ പോകുകയാണ്. കാരണം തെറ്റേറ്റു പറയാനുള്ള മനസ്സ്, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അത് തന്നെയാണ് വേടന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം ടി പി രാമകൃഷ്ണൻ അദ്ദേഹവും ഈ ഒരു കാര്യം എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സർക്കാരിന്റെയും പൊതുജനങ്ങളുടെയും ഒക്കെ പിന്തുണ വേടന് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സാലി, അതായത് ഒരു സന്ദേശമാണ് സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഒരു തെറ്റൊരാൾ ചെയ്തു, ആ തെറ്റ് ചെയ്ത ഒരാളെ അത് എത്ര പ്രഗത്ഭനാണെങ്കിലും അയാളെ തിരുത്തുക, ആ തിരുത്തുന്നു എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലൈൻ. ആ തിരുത്തുന്നതിൻ്റെ ഒരു കൃത്യമായ ഒരു സന്ദേശമായിരിക്കും ഇന്നത്തെ ഇവിടെ വാഴത്തോപ്പിലെ പരിപാടി എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് വേടൻ തിരുത്താൻ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി സർക്കാർ കാണുന്നത്. അതുകൊണ്ടാണ് സർക്കാരിന് ഇങ്ങനെ ഒരു വേദി വേടന് കൊടുക്കാൻ തീരുമാനിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഞങ്ങളിപ്പോൾ ഉള്ളത് KSEBയുടെ IBയിലാണ്. അല്പസമയത്തിനകം വേടൻ ഇവിടേക്ക് വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും വെയിറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി വേദിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രതികരണം ലഭ്യമാക്കാനാകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അല്പം മുമ്പ് ഏതായാലും ഈ പരിപാടി നടക്കുന്ന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലേക്ക് മന്ത്രിമാരടക്കമുള്ളവർ വന്നു. ഒപ്പം മന്ത്രി KN ബാലഗോപാൽ അല്പസമയത്തിനകം എത്തും. ജില്ലാ പോലീസ് മേധാവി ഇവിടെ എത്തി സുരക്ഷ പരിശോധിച്ചു. അദ്ദേഹം പറഞ്ഞത് വലിയ ആൾക്കൂട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു പ്രതീക്ഷയും കണക്കുകൂട്ടലും സംഘാടകർക്കുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു 10,000-ഓളം പേരെങ്കിലും വരും. ഒരു 7,000-8,000 ഇടയ്ക്ക് ആളുകൾക്ക് നിൽക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആളുകൾ വന്നാൽ പോലീസ് നിയന്ത്രിക്കും, കയറ്റിവിടില്ല. ഒരു താരതമ്യേന വലിയൊരു മൈതാനമാണ് ഇതിനുവേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. ആ മൈതാനത്ത് ഇരിക്കാനും നിന്നും ഒക്കെ ഇത് ആസ്വദിക്കാൻ കഴിയുന്നത്ര സംവിധാനങ്ങൾ, ഫെസിലിറ്റീസ് ഒരുക്കും എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതാണ്ട് വലിയ തോതിൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള മറ്റ് വികാസങ്ങളോ അപകടങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ഹില്ലി ഏരിയയാണ്, ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ മൈതാനം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അനിഷ്ട സംഭവങ്ങളോ അപകടങ്ങളോ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ വലിയ സുരക്ഷയും ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ച് തന്നെയാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വലിയൊരാൾക്കൂട്ടം സംഘാടകർ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന കാര്യം ഉറപ്പാണ്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ജില്ലാ പോലീസ് മേധാവിയും മന്ത്രി റോഷി അഗസ്റ്റിൻ അല്പം മുമ്പ് പറഞ്ഞത്. ഈ പരിപാടിയുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുന്നത് ധനമന്ത്രി KN ബാലഗോപാലാണ്. അദ്ദേഹം തങ്കമണിയിൽ ഒരു പ്രോഗ്രാമിന് ശേഷമായിരിക്കും ഇവിടെ എത്തുക. ആ പരിപാടി, സമാപന പരിപാടി വേദിയിൽ അവസാനിക്കുന്ന ഉടനെ തന്നെ വേടൻ്റെ ഷോ ആരംഭിക്കും. അതൊരു 8 മണി 7:30 ശേഷമായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 7-7:30 ആകും തുടങ്ങാൻ. ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 2 മണിക്കൂർ കൊണ്ട് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കണം എന്നാണ് സംഘാടകർ നിർദ്ദേശിക്കുന്നത്. ഇതൊരു വലിയ കുറേ നേരം നീണ്ടു നിൽക്കുന്ന ഒരു ഷോ എന്നതല്ല സർക്കാരും സംഘാടകരും ഉദ്ദേശിക്കുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞ പോലെ ഇതൊരു മെസ്സേജാണ്. ആ മെസ്സേജ് കൊടുക്കാൻ ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ ഏതാനും 1-1.5 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഷോ പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുക എന്നുള്ളതാണ് ഒരു സന്ദേശം. അതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാണ് മന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത്. സംഘാടകരും അതുതന്നെയാണ് പറഞ്ഞത്.